ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക് ഇസ്താംബുൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ മുഖമുദ്രയുമായിരുന്ന നിർമ്മിതി ഹാഗിയ സോഫിക്ക് പകരമായി അതേ മാതൃകയിൽ അതിനെ വെല്ലുന്ന ഒരു നിർമ്മിതി വേണമെന്ന് അന്നത്തെ സുൽത്താൻ അഹമ്മദിന്റെ ആശയത്തിൽ 1609 നിർമ്മാണം തുടങ്ങുകയും 1617 പൂർത്തിയാക്കുകയും ചെയ്തു. അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ആർക്കിടെക്ട് മൈമർ സിനാൻ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഹാഗിയ സോഫിയയ്ക്ക് എതിർദിശയിലായി ബോസ്ഫറസ് പശ്ചാത്തലമാക്കി നീല നിറത്തിൽ കൊട്ടാരം പോലെയുള്ള ഒരു മോസ്ക്. ഇസ്താംബുൾ നഗരത്തിലെ ഏത് കോണിൽ നിന്നും നമുക്ക് അമ്പരചുംബിയായ ബ്ലൂ മോസ്കിന്റെ മിനാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മോസ്കിന്റെ പ്രാർത്ഥനാ ഹാളിന് മുകളിലായി ഒരു സെൻട്രൽ ഡോം ഷേപ്പിലുള്ള സ്ട്രക്ചർ, അതിനു ചുറ്റിലുമായി 4 സെമി ഡോമുകൾ, ചുറ്റിലുമായി 6 മിനാരത്തുകൾ. അന്നത്തെ കാലത്ത് മുസ്ലിങ്ങളുടെ പുണ്യനഗരമായ കഅബയിലെ മസ്ജിദുൽ ഹറം പള്ളിക്ക് മാത്രമായിരുന്നു 6 മിനാരത്തുകൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു 6 മിനാരത്തുകൾ ബ്ലൂ മോസ്കിൽ നിർമ്മിക്കുക വഴി ഇസ്ലാമിക ലോകത്ത് സുൽത്താൻ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയായിരുന്നു. ഇത് മറികടക്കാനായി സുൽത്താൻ മസ്ജിദുൽ ഹറം പള്ളിയിൽ 7ാമതൊരു മിനാരത്ത് കൂട്ടിച്ചേർക്കാനുള്ള ധനസഹായം നൽകുകയായിരുന്നു. ബ്ലൂ മോസ്കിന്റെ ചുവരുകളെല്ലാം ഇസ്നിക് എന്ന പ്രത്യേകതരം ടൈൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 200-ൽ പരം ജനാലുകളിൽ കൂടി വരുന്ന സൂര്യപ്രകാശം ഈ ടൈലുകളിൽ പതിക്കുമ്പോൾ ഇതിനകം നീല നിറമായി മാറുന്നു. ബോസ്ഫറസ് കടലിന്റെ പശ്ചാത്തലവും ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന മിനാരങ്ങളും അതിനു മുകളിലൂടെ തന്റെ ഇരയെ ലക്ഷ്യമാക്കി പറക്കുന്ന സീഗോൾ പക്ഷികളും വിനോദസഞ്ചാരികളുടെ മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ്.